ശബരിമല സ്വർണ്ണത്തട്ടിപ്പിൽ 2 എഫ്ഐആറുകൾ എടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെ എഫ്ഐആറിനകത്ത് 10 പേരോളം പ്രതിയായി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 10 പേരോളം ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ ഉൾപ്പെടെ പ്രതിയായി കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ എഫ്ഐആറിനകത്ത് 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ, 2-ാം പ്രതി കൽപേഷ് എന്ന് പറഞ്ഞ ആൾ അവിടുത്തെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാളുടെ കയ്യിലാണ് കൊടുത്തുവിട്ടത് ശബരിമലയിൽ നിന്ന്. അപ്പോൾ അയാൾ 2-ാം പ്രതിയായി. 3-ാം പ്രതി ദേവസ്വം ബോർഡ് കമ്മീഷണർ തന്നെയാണ്. 4-ാം പ്രതി തിരുവാഭരണ കമ്മീഷണർ. അതിന് ശേഷം പിന്നീട് കാണുന്നത് 5-ാം പ്രതി എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമലയിലെ അയാൾ പ്രതിയായി. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 6-ാം പ്രതിയായി. അയാളുടെ കീഴിലുള്ള അവിടെ തന്നെയുള്ള അസിസ്റ്റൻ്റ് എഞ്ചിനീയർ 7-ാം പ്രതിയായി. 8-ഉം 9-ഉം 10-ഉം അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ തന്നെയായി പ്രതിയായിട്ട് വന്നിരിക്കുന്നു. അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധിയായിട്ട് പത്മകുമാറും ശങ്കരദാസും ഇ വാസു എന്നിവരാണ് ആ പ്രതിപട്ടികയിൽ വന്ന ആൾക്കാരെന്ന് കരുതുന്നു. ഏതായാലും ഇന്ന് എഫ്ഐആർ എടുത്ത ഉടൻ തന്നെ ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ രാത്രി തന്നെ ചെന്നൈയിലെത്തി വെളുപ്പാങ്കാലത്ത് തന്നെ സ്വർണം പൂശിക്കൊടുത്തു എന്ന് പറയുന്ന, ചെമ്പിൽ പൂശിക്കൊടുത്തു എന്ന് പറയുന്ന സ്മാർട്ട് ക്രിയേഷൻ്റെ ഓഫീസിൽ SIT എത്തിക്കഴിഞ്ഞു. അവിടെ പരിശോധന നടക്കുകയാണ്. അതിൻ്റെ പങ്കജ് ഭണ്ഡാരി എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ കണ്ടു. അതിനുശേഷം അയാൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മാറി അവിടെ ചെമ്പ് സാധനങ്ങൾ സ്വർണം പൂശിക്കൊടുക്കുന്ന കർമ്മം മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ എന്നാണ് വന്നത്. പക്ഷേ അയാളുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. ശബരിമലയിലെ സ്പെഷ്യൽ ഓഫീസർ, പോലീസിലെ വിജിലൻസ് ഓഫീസർ അയാളുടെ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യത്തെ മൊഴിയിൽ നിന്ന് അയാൾ പിന്മാറി. രണ്ടാമത് കൊടുത്ത മൊഴിയിൽ അയാൾ പറയണത് അവിടെ സ്വർണം പൂശുന്ന ചെമ്പിൽ മാത്രമല്ല, ആ പൂശിയ സ്വർണം മാറ്റിയിട്ട് പുതിയതായിട്ട് പൂശുന്നതിനുള്ള സംവിധാനം അവിടെയുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ വെളിയിൽ കൊടുത്ത് അവർ ചെയ്യും എന്ന് വന്നിരിക്കുന്നു. അവിടെ ചെയ്ത പ്രവൃത്തികൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അതിൻ്റെ തുക കൊടുത്തില്ല. പകരം 150 ഗ്രാം സ്വർണം ഈ പൂശിയതോ അല്ലെങ്കിൽ പാളിയെന്നോ അടർത്തിയെടുത്തത് അവർക്ക് കൂലിയായിട്ട് കിട്ടി എന്നാണ് ആ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി. അപ്പോൾ ശബരിമല അയ്യപ്പൻ്റെ അവിടെ ചാർത്തിയിരുന്ന ആ സ്വർണം അടിച്ചു മാറ്റി ആ സ്മാർട്ട് ക്രിയേഷൻ മോഷ്ടിച്ചെടുത്തു എന്നുള്ള ഉറപ്പായി. അതവിടുന്ന് തട്ടിക്കൊണ്ട് വന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി സംഘവുമാണ്. ശബരിമലയിലെ ഒരു സ്വർണത്തിൻ്റെ അംശമോ ഒരു സ്വത്തുക്കളോ അവിടുന്ന് കടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. അത് എന്ത് നിയമപരമായി അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ശരി, എല്ലാവരും പ്രതിയാകും. അതുതന്നെയല്ല, 2007 മുതലാണ് ഈ ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നു ചേർന്നത് എന്ന് കാണുന്നു. 2007 വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി കർണാടകയിലെ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു എന്നും വാർത്ത വരുന്നുണ്ട്. 2007 ശേഷം ശബരിമലയിലെ അച്യുതൻ തിരുമേനി എന്ന മേൽശാന്തിയുടെ കീഴ്ശാന്തിക്കാരൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കാലുകുത്തിയത്. അതിന് മുമ്പുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. 2007 ശേഷമാണ് ശബരിമലയുമായിട്ട് ബന്ധങ്ങൾ വരുന്നത്. അവിടുത്തെയുള്ള ആലപ്പുഴക്കാരൻ ശാന്തിയുടെ ഉപശാന്തിയുടെ അസിസ്റ്റൻ്റായിട്ടാണ് രംഗപ്രവേശനം ചെയ്യുന്നത്. പിന്നീട് ശബരിമല മൊത്തം ദേവസ്വം ബോർഡിൻ്റെ മുകളിലുള്ള ഒരു അധികാരി ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്ന ആളുമായിട്ട് മാറി. അതിൻ്റെ കാരണം സാമ്പത്തികം തന്നെയാണ്. സ്വർണം മോഷ്ടിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഷെയർ അവിടെയുള്ളവർക്ക് പലർക്കും
കിട്ടി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അവരെല്ലാം പ്രതികളായിട്ട് വന്നേ പറ്റുള്ളൂ. അതുതന്നെയല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആതിഥ്യം സ്വീകരിച്ച് കേരളത്തിൽ നിന്ന് ശബരിമലയുള്ള പലരും വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. 2007 മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരായിരുന്നു എന്നതിനെപ്പറ്റിയും കൂടുതൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഇയാൾ കിളിമാനൂരുള്ള ഒരാളാണ്. അവിടെ 10ാം ക്ലാസ് വരെ പഠിച്ചതായിട്ട് നാട്ടുകാർക്കറിയാം. പിന്നീട് ഇയാൾ അവിടുന്ന് മാറി തിരുവനന്തപുരത്താണ് ഇപ്പം താമസം. അതേസമയത്ത് ബാംഗ്ലൂരിലും പാലക്കാട്ടുമൊക്കെ ഇയാൾക്ക് ചേക്കേറാനുള്ള സ്ഥലമുണ്ട് എന്നാണ് വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പം തിരുവനന്തപുരത്ത് ഇല്ല, അയാൾ ഒളിവിൽ പോയി എന്നാണ് മനസ്സിലാകുന്നത്. അയാളെ ഒരു അഡ്വക്കേറ്റിനെ പ്രതിനിധിയായിട്ട് അയക്കുമെന്നൊക്കെ വാർത്ത കണ്ടു. അയാളെ അഡ്വക്കേറ്റിൻ്റെ പ്രതിനിധിയല്ല SIT ചോദ്യം ചെയ്യേണ്ടത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെയാണ്. അതുകൊണ്ട് വക്കീൽ വരേണ്ട ഒരു കാര്യം അവിടെ ഇല്ല. അത് കോടതി പോകുമ്പോൾ വക്കീലിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകാം. ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളെ ചോദ്യം ചെയ്യുന്നതിന് വക്കീലിൻ്റെ സാന്നിധ്യം വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ മുറിയിലോ ചോദ്യം ചെയ്യുന്ന സ്ഥലത്തോ കാണില്ല. ആ ഓഫീസിൻ്റെ പരിസരത്ത് എവിടെ വേണമെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഭയമുണ്ടെങ്കിൽ, പോലീസിന് ഭയമുണ്ടെങ്കിൽ ഒരാളുടെ വക്കീലിൻ്റെ സാന്നിധ്യത്തിന് തടസ്സം ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ കാണുന്ന പോലെയല്ല ശബരിമലയിലെ സ്വത്തുക്കൾ കടത്തിയത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതുവരെ അവിടെ സൈലൻ്റായിട്ടിരുന്ന പല ഏജൻസികളും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയിലെ ഇടപെടലിന് ശേഷമാണ് അവർ ഒരു അന്വേഷണം, അവിടുന്ന് മോഷണം പോയ സാധനങ്ങളെപ്പറ്റി ഒരു അന്വേഷണം നടത്തി അതിനെപ്പറ്റി കംപ്ലീറ്റ് അല്ലാത്ത ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഹൈക്കോടതി 2 ആഴ്ചയ്ക്കകം ഇതിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് കൊടുക്കണം. അതിനുശേഷം 4 ആഴ്ചയ്ക്കകം അടുത്ത 2 റിപ്പോർട്ടുകൂടെ കൊടുക്കണം. മൊത്തം 6 ആഴ്ചയ്ക്കകം അന്വേഷണം തീർക്കണം എന്നൊരു ഡയറക്ഷനുണ്ട്. അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2019 ശേഷമെങ്കിലും അവിടുത്തെ സ്വർണം പൂശിയത് ആര്, എവിടൊക്കെ പൂശി, അത് ആ പൂശിയ ആളാര്, ആ പൂശിയ സമയത്തുള്ള സ്മിത്ത് ആര്, അല്ലെങ്കിൽ അവിടുത്തെ സ്വർണ്ണപ്പണിക്കാരൻ ആര്, അത് മാറ്റി പരിശോധിച്ചോ, ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയ സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാകണം. അത് അവിടെ മകസർ എഴുതിയിട്ടുണ്ടോ, അല്ലാതെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടോ. ശബരിമലയിലുള്ള സ്വർണം ഇതുവരെ അവിടെ വന്ന് നേർച്ചയായിട്ട് അല്ലെങ്കിൽ അങ്ങനെ വന്നിരിക്കുന്ന സ്വർണം 367 കിലോ ബാങ്കിൽ ഇരിപ്പുണ്ട്. അതുകൂടാതെ അവിടം വരെ ദൈനംദിനം വരുന്ന അവിടുത്തെ വിലപിടിപ്പുള്ള സാധനങ്ങൾ, സ്വർണം, വെള്ളി, ഡയമണ്ട്, അതുപോലെ കോസ്റ്റ്ലിയായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, സ്വർണ്ണ മാലകൾ അങ്ങോട്ട് അവിടെ വലിച്ചെറിയുന്ന ഭക്തന്മാരെ നമുക്കറിയാം. മോതിരങ്ങൾ പല ആൾക്കാരെയും 8, 10, 15 ഒന്നിച്ച് പൊതിഞ്ഞു കെട്ടി അവിടെ ഭണ്ഡാരത്തിലേക്ക് എറിയുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് ആ വിധമുള്ള സ്വത്തുക്കൾ എത്രമാത്രം ഉണ്ടെന്നുള്ളൊരു കണക്കും തൊപ്പിയൊന്നുമില്ല. ഏതായാലും ഹൈക്കോടതി അതിനകത്ത് ഡിവിഷൻ ബെഞ്ച് അവിടെ ജസ്റ്റിസ് KC ശങ്കറിനെ അദ്ദേഹത്തിനെ ഹൈക്കോടതി നിയോഗിച്ചു. അവിടുത്തെ സ്ട്രോങ് റൂമും അവിടെയുള്ള സ്വത്തുക്കൾ മുഴുവൻ, ശബരിമലയിലിരിക്കുന്ന സ്വർണം, വെള്ളി, ക്യാഷ്, വിലപിടിപ്പുള്ള സാധനങ്ങൾ, അവിടെ നേർച്ചയായിട്ട് വന്നിരിക്കുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടോ, തടിയായാലും ശരി, ചെമ്പായാലും ശരി, പിച്ചളയായാലും ശരി, അതിൻ്റെ മുഴുവൻ കണക്കെടുക്കാനായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രോങ് റൂം തുറന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെയുള്ള ശബരിമലയിലെ സ്വർണം, വെള്ളി, അതുപോലെയുള്ള നാണയങ്ങൾ, ഡയമണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയെല്ലാം ഒരു കണക്കെടുപ്പ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാവും. അതേ സമയത്ത് മാലയും മറ്റും സ്വർണം, ഡയമണ്ടും മറ്റും ശബരിമലയിൽ കൊടുത്ത ആൾക്കാർക്ക് പലരും ഇനി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇത്രാം തീയതി ശബരിമലയിൽ പോയപ്പോൾ ഞാൻ അവിടെ നേർച്ചയായിട്ട് ഇട്ടിരുന്നു എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പോൾ അവിടെ ഉണ്ടോ, കസ്റ്റഡിയിലുണ്ടോ, അതൊക്കെ മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയോ എന്നൊക്കെ SITക്ക് അന്വേഷിക്കേണ്ടി വരും. അതിന് സമയങ്ങൾ കൂടുതലെടുക്കും. പ്രാരംഭമായിട്ട് 2019 ഇപ്പോഴത്തെ സ്വർണ്ണ കട്ടലയും സ്വർണ്ണവാതിലും അവിടുത്തെ സ്വർണ്ണപ്പാളികളും കടത്തിയതിനെ പറ്റിയായിരിക്കും കൂടുതലായിട്ടും ഹൈക്കോടതി മുമ്പിൽ ഹാജരാക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതുവരെയുള്ള തട്ടിപ്പും വെട്ടുകളെ പറ്റിയൊക്കെ അതിനോടനുബന്ധിച്ചൊരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ SIT കൊടുക്കും. പിന്നീട് അത് വിശദമായ അന്വേഷണത്തിലേക്ക് പോകും എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വരുന്ന ടീം വന്നു കഴിഞ്ഞാൽ
അവിടുന്ന് ഒരു റിക്കവറി നടത്തേണ്ടി വരും. 150 ഗ്രാമോളം കൂലിയായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സാധനം അവിടുന്ന് കസ്റ്റഡി എടുക്കേണ്ടി വരും. SITക്ക് കസ്റ്റഡി എടുക്കുമ്പം തീർച്ചയായിട്ടും അവിടുത്തെ ഭണ്ഡാരിയെ, അതിൻ്റെ ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ആദ്യത്തെ അറസ്റ്റ് അവിടെ തുടങ്ങും എന്നാണ് ഞാൻ കരുതുന്നത്.